നമസ്കാരം. മാത്തൻ സാം യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ ഇന്ന് സംസാരിക്കാൻ പോകുന്ന വിഷയം, നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു മീൻ കൃഷിയെ പറ്റിയാണ്, പടുതാക്കുളം എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ള ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്ന് പറയാൻ പോകുന്നത് വെച്ചാൽ നമ്മൾ പടുതാക്കുളം എങ്ങനെ ഉണ്ടാക്കണം എന്നുള്ള കാര്യം നമ്മൾ ഏകദേശം മനസ്സിലാക്കി കഴിഞ്ഞു. അപ്പോൾ ഇനി പടുതാക്കുളം ഉണ്ടാക്കിയതിന് ശേഷം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിനകത്ത് വെള്ളം നിറയ്ക്കുക എന്നുള്ള കാര്യമാണ്. അപ്പോൾ നമ്മൾ വെള്ളം നിറയ്ക്കുന്നതിന് മുന്നേ ആയിട്ട് ഷീറ്റ് മൊത്തം ഒന്ന് കഴുകി വൃത്തിയാക്കേണ്ട ആവശ്യമുണ്ട്. അത് പൊട്ടാസ്യം പെർമാംഗനേറ്റ് കുറച്ച് ലായനി നമ്മളൊരു ബക്കറ്റിനകത്താക്കി മൊത്തം പ്ലാസ്റ്റിക് കഴുകി അണുവിമുക്തമാക്കേണ്ട അത്യാവശ്യമാണ്. അതങ്ങനെ ചെയ്തതിന് ശേഷം നമ്മൾ കിണറിലുള്ള വെള്ളമാണ് ഇതിനകത്ത് ഉപയോഗിക്കുന്നതെങ്കിൽ നമ്മൾ കിണറിലുള്ള ഏത് വെള്ളമായിരിക്കട്ടെ ഇതിനകത്ത് നിറയ്ക്കുക. ഏകദേശം നമ്മൾ ഏകദേശം മുക്കാൽ ഭാഗത്തോളം വെള്ളം നിറച്ചതിന് ശേഷം നമ്മളത് ആ വെള്ളം അങ്ങനെ ഇടുക. അതുവരെ നമ്മൾ പൈപ്പ് ലൈന് വെള്ളം ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അതിൻ്റെ അകത്ത് ഇതിൻ്റെ ബ്ലീച്ചിങ് പൗഡർ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള വെള്ളമാണെങ്കിൽ നമ്മൾ ഏകദേശം വെള്ളം അടിച്ച് ഒരു 3-4 ദിവസം അത് അടിച്ചങ്ങനെ ഇട്ടേക്കണം. അടിച്ചിട്ടതിന് ശേഷം നമ്മൾ നിർബന്ധമായിട്ട് അതിൻ്റെ അകത്ത് ബ്ലീച്ചിങ് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ എയറേറ്റർ കൊടുക്കണം. അതിൻ്റെ അകത്ത് ഓക്സിജൻ കൊടുത്തിട്ട് അത് നല്ലപോലെ പതപ്പിച്ചതിന് ശേഷം അത് ഇട്ട് അങ്ങനെ ചെയ്യുകയാണെങ്കിൽ എന്ന് വെച്ചാൽ അതിൻ്റെ ഏകദേശം നമ്മൾ ഈ ബ്ലീച്ചിങ്ങിൻ്റെ അംശം നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. അത് വായുവായിട്ട് ലയിച്ച് അതിൻ്റെ പവർ പോകും. അപ്പോൾ അങ്ങനെ അത് ചെയ്യാം. അല്ലാതെ കിണറിലെ വെള്ളമാണെങ്കിൽ നമ്മൾ കിണറിലെ വെള്ളം അടിച്ച് ഇതിനകത്ത് മുക്കാൽ ഭാഗം അടിച്ചിട്ടതിന് ശേഷം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കുറച്ച് ചാണകം ഏകദേശം കുറച്ച് മതിയാവും. ഏകദേശം ഒരു 1/2 കിലോ പോലെ അല്ലെങ്കിൽ 1 കിലോ പോലെ ചാണകം നല്ലപോലെ ബക്കറ്റിൽ കലക്കുക. ബക്കറ്റിൽ കലക്കിയതിന് ശേഷം നമ്മൾ അതിൻ്റെ തെളി വെള്ളം മാത്രം എടുത്തിട്ട് ഈ കുളത്തിൻ്റെ 4 ഭാഗങ്ങളിലായിട്ട് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ എയറേറ്റർ ഉണ്ടെങ്കിൽ നിങ്ങൾ എയറേറ്റർ ഒന്ന് ഓണാക്കിയിട്ട് ഒഴിച്ചു കഴിഞ്ഞാൽ എല്ലാ ഭാഗത്തേക്ക് സ്പ്രെഡാകും. അന്നത്തെ ദിവസം അത് അങ്ങ് വിട്ടേക്കുക. അത് കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങൾ പിറ്റേ ദിവസം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കുറച്ച് ചുണ്ണാമ്പ്, കുമ്മായം എടുത്തിട്ട്, കുമ്മായം കുറച്ചേ വേണ്ടൂ, അത് കുമ്മായം എടുത്തിട്ട് ഇതേപോലെ തന്നെ ബക്കറ്റിൽ കലക്കിയതിന് ശേഷം ഈ കുളത്തിലേക്ക് അതിൻ്റെ തെളി മാത്രം എടുത്തിട്ട് കുളത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക. കുളത്തിൽ ഒഴിച്ചതിന് ശേഷം പിന്നെ എയറേറ്റർ ഉണ്ടെങ്കിൽ എയറേറ്റർ ഇടുക. എയറേറ്റർ ഇല്ല എന്നുണ്ടെങ്കിൽ എന്ന് വെച്ചാൽ നിങ്ങളൊന്ന് ഇറങ്ങിയതിന് ശേഷം കൈ കൊണ്ട് ഒന്ന് ഇളക്കി വിടുക വെള്ളം. ഇളക്കി വിട്ട് കഴിഞ്ഞാൽ എല്ലാ ഭാഗത്തേക്കും ഇത് ലയിക്കുകയും അതിൻ്റെ ഒരു pH കറക്റ്റാക്കാനുണ്ട്. അപ്പോൾ pH കറക്റ്റാക്കാൻ നിങ്ങളെന്ത് ചെയ്യണമെന്ന് വെച്ചാൽ അതിൻ്റെ pH ലായനി വാങ്ങാൻ കിട്ടും. അപ്പോൾ pH ലായനി വാങ്ങിയതിന് ശേഷം നിങ്ങൾ അതിൻ്റെ അകത്തുണ്ട് റീഡിംഗ് ഉണ്ട് 6 മുതൽ 7, ആ ഒരു കറക്റ്റ് 7 വരെയാണ് അതിൻ്റെ pHൻ്റെ ഒരു അളവ് എന്ന് പറയുന്നത്. ആ അളവ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി നിങ്ങൾ അതിൻ്റെ അകത്ത് pH ലായനീൻ്റെ ഒരു ടെസ്റ്റ് ട്യൂബ് കിട്ടും. ആ ടെസ്റ്റ് ട്യൂബിനകത്ത് നിങ്ങളത് ഉറ്റിച്ച് നോക്കിയതിന് ശേഷം എത്രയാണ് pH നോക്കി കറക്റ്റാക്കിയതിന് ശേഷം pH കറക്റ്റാക്കുക. pH കറക്റ്റാക്കിയതിന് ശേഷം നമ്മുടെ മീനിനെ ഇടാനുള്ള ഒരു pH കറക്റ്റായതിന് ശേഷം മാത്രമേ മീനിനെ ഇടാൻ പാടുള്ളൂ. നിങ്ങളിപ്പം pH കറക്റ്റായിട്ടില്ല, നമ്മൾ കിണറിലെ pH എന്ന് പറയുന്നത് ഏകദേശം 5.5 ആ രീതിയിലാണ് വരുന്നത്. നമുക്ക് മീനിനെ വളർത്താനാണെങ്കിൽ 6.5, 7 വരെ pH ആവശ്യമാണ്. വെള്ളത്തിൻ്റെ pH നമ്മൾ കറക്റ്റാക്കുന്ന സമയത്ത് നമ്മൾ ചിലപ്പോൾ ചുണ്ണാമ്പ് കൂടിപ്പോകാം, അല്ലെങ്കിൽ ഇത് കുമ്മായം ഇടുന്നതിൻ്റെ അളവ് കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ pH ഹൈ ആയി പോകും. ചിലപ്പോൾ 8, 9 വരെ ആകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ നിങ്ങളെന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, അങ്ങനെ സംഭവിക്കാൻ എന്തൊക്കെ ചെയ്യണമെന്ന് വെച്ചാൽ, നിങ്ങൾ കുറഞ്ഞ അളവിൽ മാത്രം കുമ്മായം ചേർക്കുക. കുറഞ്ഞ അളവിൽ കുമ്മായം ചേർത്തതിന് ശേഷം അതിന് കൃത്യമായ ഒരു അളവൊന്നുമില്ല. നിങ്ങളെ വെള്ളത്തിൻ്റെ pHനനുസരിച്ചിരിക്കും. അതിന് ഇത് കൃത്യമായി നമ്മൾ കിലോ കണക്കിന് പറയാനും പറ്റില്ല. അപ്പോൾ അതിന് നിങ്ങൾ ആദ്യം ഈ വെള്ളം നിറച്ചതിന് ശേഷം അതിൻ്റെ ഒരു pH നോക്കുക. അതിന് ശേഷം നിങ്ങൾ ഇത് കുറച്ച് ചുണ്ണാമ്പ് കലക്കിയിട്ട് കുറച്ചെടുത്ത് കലക്കിയതിന് ശേഷം വെള്ളത്തിൽ നല്ലപോലെ മിക്സാക്കിയതിന് ശേഷം ഒന്നിക്കൽ നിങ്ങൾ എയറേറ്റർ ഉണ്ടെങ്കിൽ എയറേറ്റർ ഇട്ടിട്ട് അത് മിക്സാക്കുക. അതില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ കുളത്തിൽ ഇറങ്ങിയതിന് ശേഷം ഒന്ന് കൈ കൊണ്ടൊന്ന് വെള്ളം ഇളക്കി നല്ല മിക്സാക്കിയതിന് ശേഷം നോക്കുക. അത് നോക്കിയതിന് ശേഷം നിങ്ങൾ അന്ന് രാവിലെ നോക്കിയിട്ടുണ്ടെങ്കിൽ വൈകുന്നേരം ഒന്നുകൂടെ നോക്കി ഏകദേശം pH കറക്റ്റാകുന്നില്ല എന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ കുമ്മായം ചേർത്ത വെള്ളം അതിൻ്റെ തെളി ഒഴിച്ചു കൊടുക്കുക. ഇനി അബദ്ധവശാൽ നിങ്ങൾ ചിലപ്പോൾ കുമ്മായം ഇട്ടത് കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ അത് കുറക്കാൻ ഒരു മാർഗ്ഗം എന്ന് വെച്ചാൽ കുളത്തിലെ വെള്ളം കുറച്ച് അടിച്ച് പുറത്തേക്ക് കളഞ്ഞതിന് ശേഷം പുതിയ വെള്ളം ഒന്നുകൂടെ കുറേശ്ശെ ചേർത്ത് കൊടുക്കുക എന്നുള്ളതാണ്. അങ്ങനെ ചേർത്ത് കഴിഞ്ഞാൽ നമ്മൾ ഏകദേശം കറക്റ്റ് pH ആക്കി മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുവരിക. ആ pH അങ്ങനെ കറക്റ്റ് ആയതിന് ശേഷം മാത്രമേ മീൻ കുഞ്ഞുങ്ങളെ ഇടാൻ പാടുള്ളൂ. ഇനിയിപ്പോൾ pH നിങ്ങളെ കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ഇതേപോലെ ചുണ്ണാമ്പ് ചേർത്ത് കൊടുക്കുക. കൂടിപ്പോയാൽ കഴിഞ്ഞാൽ നല്ല ശുദ്ധജലം ചേർത്ത് കറക്റ്റായിട്ട് pH മെയിൻറ്റെയിൻ ചെയ്യുക. കാരണം എന്ന് വെച്ചാൽ പുതിയ കുഞ്ഞുങ്ങൾ വരുമ്പോൾ ഈ pH ആയിട്ട് കറക്റ്റ് pH എല്ലാം കൊണ്ട് കുഞ്ഞുങ്ങൾ ചത്തുപോകാനുള്ള സാധ്യതയുണ്ട്.
പിന്നെ നിങ്ങൾ അതിൽ മീൻ നിങ്ങൾ ഏകദേശം ഇട്ട് അതിൻ്റെ അത് കറക്റ്റ് ആയതിനു ശേഷം ഒരു വർഷമൊക്കെ ആയതിനു ശേഷം പിന്നെ നിങ്ങൾ pH നോക്കിയില്ലെങ്കിൽ വലിയ കുഴപ്പമൊന്നും സംഭവിക്കാൻ സാധ്യതയില്ല. കാരണം മീൻ അത് ആ വെള്ളമായിട്ട് പൊരുത്തപ്പെട്ട് കഴിഞ്ഞിരിക്കും. പിന്നെ കൂടുതൽ മീനുണ്ടെങ്കിൽ മാത്രമേ ബുദ്ധിമുട്ട് വരുന്നുള്ളൂ. അത് പിന്നെ അതിന് വേണ്ടുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ നിങ്ങൾ ഈ രീതിയിൽ ചെയ്യുക. എന്നിട്ട് അതിന് ശേഷം നമ്മൾ മീനിൻ്റെ കുഞ്ഞുങ്ങളെ കൊണ്ടുവരും. മീനിൻ്റെ കുഞ്ഞുങ്ങളെ കൊണ്ടുവരുന്നതെന്ന് വെച്ചാൽ ഓക്സിജൻ നിറച്ച് നമ്മൾ കവറുകളിലാക്കിയിട്ടായിരിക്കും മീൻ കുഞ്ഞുങ്ങളെ സപ്ലൈ ചെയ്യുന്നുണ്ടാവുക. ആ മീൻ കുഞ്ഞുങ്ങളെ നിങ്ങൾ അവിടുന്ന് കിട്ടിയതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ഡയറക്റ്റ് കൊണ്ടുവന്ന് കുളത്തിലിടാൻ പാടില്ല. കുളത്തിലിടുന്നതിന് മുന്നേ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഒരു ബക്കറ്റിൽ വെള്ളത്തിൽ ഒരു 10 ലിറ്ററിൻ്റെ ബക്കറ്റിൻ്റെ വെള്ളത്തിനകത്ത് ഒരു പിടി കല്ലുപ്പ് എടുക്കുക. കല്ലുപ്പ് നല്ലതുപോലെ ലയിപ്പിക്കുക ബക്കറ്റിൻ്റെ വെള്ളത്തിൽ. വെള്ളം എന്ന് വെച്ചാൽ കിണറിൻ്റെ അതേ ടെമ്പറേച്ചർ ആയിരിക്കണം. ഇത് നമ്മുടെ കുളത്തിൽ അതേ ടെമ്പറേച്ചർ ആയിരിക്കണം. കിണറിലല്ല, കുളത്തിൽ ആ വെള്ളം എടുത്തിട്ട് അതിൻ്റെ അകത്ത് കുറച്ച് കല്ലുപ്പ് ഇട്ട് വെക്കുക. ആ കല്ലുപ്പ് നല്ലപോലെ ലയിപ്പിച്ചതിന് ശേഷം വേറൊരു ബക്കറ്റിൻ്റെ അകത്ത് പൊട്ടാസ്യം പെർമാംഗനേറ്റ് പിന്നെ ഒരു ബക്കറ്റിൻ്റെ അകത്ത് ഒരു 10 ലിറ്റർ ബക്കറ്റിലാണ് ഒരു നുള്ള് മതി. ഏകദേശം നമ്മൾ ഒരു നീല കളറായി മാറുന്നത് വരെ മതിയാവും. അതിന് ശേഷം നിങ്ങൾ കുഞ്ഞുങ്ങളെ കൊണ്ടുവന്ന് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഒരു ചെറിയ നെറ്റിലോ അതിനെ ഇതിൻ്റെ അകത്ത് എടുക്കുക. ആ നെറ്റിലെടുത്തതിന് ശേഷം പിന്നെ നമ്മൾ ഈ ബക്കറ്റിൻ്റെ അകത്ത് നമ്മൾ പൊട്ടാസ്യം പെർമാംഗനേറ്റ് ലായനി ഇട്ടുന്ന അതല്ല, ഉപ്പ് വെള്ളത്തിലാണ് ആദ്യം മുക്കേണ്ടത്. ഉപ്പ് വെള്ളത്തിൽ മുക്കിയതിന് ശേഷം ഏകദേശം ഒരു മിനിറ്റ് ഒന്ന് മുക്കി വെക്കുക. ഈ ബക്കറ്റിൻ്റെ അകത്ത് ഈ നെറ്റിൻ്റെ അകത്ത് ഇട്ടതിന് ശേഷം ഇതിനകത്ത് മുക്കി വെക്കുക. അതേപടി എടുത്തിട്ട് നിങ്ങൾ പൊട്ടാസ്യം പെർമാംഗനേറ്റ് ലായനിയിലും മുക്കുക. മുക്കിയതിന് ശേഷം പിന്നെ രണ്ടാമതും പിന്നെ ബക്കറ്റിൻ്റെ വേറൊരു ബക്കറ്റ് എടുത്തിട്ട് കുളത്തിലെ വെള്ളം എടുക്കുക. കുളത്തിലെ വെള്ളം എടുത്തതിന് ശേഷം ആ വെള്ളത്തിൻ്റെ അകത്ത് ഈ മീനിനെ ഇറക്കി വെക്കുക. ഇറക്കി വെച്ചതിന് ശേഷം പതിയെ ബക്കറ്റ് മെല്ലെ ചെരിച്ചിട്ട് നമ്മുടെ കുളത്തിലേക്ക് ഇങ്ങനെ ഒരു സൈഡ് ഒന്നിച്ചങ്ങിടാതെ ഒരു സൈഡ് ചെരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അങ്ങ് മീൻ മുഴുവൻ മീനും ഈ കുളത്തിലേക്ക് പോകുന്നതാണ്. ഇനി അഥവാ നിങ്ങളുടെ പൊട്ടാസ്യം പെർമാംഗനേറ്റിലായാലും മറ്റേ ഉപ്പുവെള്ളം ഉപയോഗിക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ മീൻ കുഞ്ഞുങ്ങളെ കൊണ്ടുവന്ന ആ കവർ അതേപോലെ തന്നെ എടുത്തിട്ട് മീൻ കുളത്തിൽ പിന്നെ പൊട്ടിക്കാതെ കവർ അഴിക്കാതെ മീൻ കുളത്തിൽ ആ വെള്ളത്തിൻ്റെ ടെമ്പറേച്ചറായിട്ടൊന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതേപോലെ കുറച്ച് സമയം ഇട്ട് വെക്കുക. അതിനുശേഷം ഇട്ട് വെച്ചതിന് ശേഷം പതിയെ അതിൻ്റെ കവർ അഴിച്ച് ഒരു സൈഡ് ചെരിച്ച് വെച്ച് കഴിഞ്ഞാൽ മീൻ ഇറങ്ങിയിട്ട് വെള്ളത്തിലേക്ക് നമ്മുടെ കുളത്തിലേക്ക് പോകുന്നതായിരിക്കും. അങ്ങനെ ചെയ്തതിന് ശേഷം നിങ്ങൾ ഏകദേശം പിന്നെ കുറച്ച് ദിവസമെങ്കിലും കുറച്ചൊന്ന് വാച്ച് ചെയ്യേണ്ടി വരും. കാരണം എന്ന് വെച്ചാൽ മീൻ കൊണ്ടുവന്ന മീനിന് എന്തെങ്കിലും കുറച്ചെണ്ണം മോർട്ടാലിറ്റിയൊക്കെ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. നമ്മുടെ വെള്ളത്തിൻ്റെ ടെമ്പറേച്ചറും അതുപോലെ വെള്ളത്തിലുണ്ടാകുന്ന എന്തെങ്കിലും അണുക്കളോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെ കുറച്ചെണ്ണം എങ്ങനെയാലും ചത്തുപോകാനുള്ള സാധ്യതയുണ്ട്. മുഴുവനായിട്ട് പോകില്ല, കുറച്ചെണ്ണം ചെറുതായിട്ട് പോകാനുള്ള സാധ്യതയുണ്ട്. പിന്നെ നമ്മൾ ഈ കുളത്തിൽ എന്ന് വെച്ചാൽ ഈ ചാണകം കലക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഈ ചെറിയ കുഞ്ഞുങ്ങളാണെങ്കിൽ അവർക്ക് തീറ്റ എടുക്കാനുള്ള പ്രയാസം ഉണ്ടാകും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ കുളത്തിൽ ഈ ചാണകവെള്ളം തെളിക്കുന്ന സമയത്ത് നല്ല പ്ലവകങ്ങളുണ്ടാകും. ഈ കുളത്തിൽ നല്ല ഏകദേശം ഒരു പച്ച കളറായിട്ട് മാറും കുളത്തിലെ വെള്ളം. ആ പ്ലവകങ്ങളാണ് മീനിൻ്റെ ആഹാരം. ഫസ്റ്റ് കിട്ടുന്ന ആഹാരം എന്ന് പറയുന്നത് ഈ ചെറിയ ചെറിയ പ്ലവകങ്ങളാണ്. ഈ ചാണകം ഇടുന്ന സമയത്ത് ചെറിയ പ്ലവകങ്ങൾ ഉണ്ടായാൽ അതാണ് അതിൻ്റെ മീനിൻ്റെ ആഹാരം. അതുകൂടാതെ നിങ്ങൾ ചെറിയ തീറ്റ, സ്റ്റാർട്ടർ തീറ്റ എന്ന് പറഞ്ഞിട്ട് ചെറിയ തീറ്റ വാങ്ങാൻ കിട്ടും. അതാണ് ഫീഡ് ചെയ്യേണ്ടത്. അത് കൂടുതൽ ഇടേണ്ട ആവശ്യമില്ല. നമ്മൾ മീൻ തിന്നുന്നതിനനുസരിച്ച് കുറേശ്ശനായിട്ട് 2 നേരം 3 നേരം പിന്നെ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. പിന്നെ അതുകൂടാതെ നിങ്ങൾ ഓക്സിജൻ കൊടുക്കാനുള്ള പമ്പുണ്ടെങ്കിൽ അത് ഓക്സിജൻ ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ്. ഇനി അഥവാ നിങ്ങൾ അത്ര വലിയ രീതിയിൽ ചെയ്യുന്നില്ല, ഓക്സിജൻ്റെ ആവശ്യമില്ല, കുറച്ച് മീനേ ഉള്ളൂ എങ്കിൽ കുഴപ്പമൊന്നുമില്ല. അത് അതങ്ങനെ കുറച്ച് മീനാണെങ്കിൽ ഓക്സിജൻ കിട്ടിയിട്ടില്ലെങ്കിലും പ്രശ്നമൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ല. അതല്ല നിങ്ങൾ കൂടുതൽ മീനിനാണ് ഇടുന്നതെങ്കിൽ ഓക്സിജൻ ഇട്ട് കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. അത് എയറേറ്ററാണ്. എയറേറ്റർ ഒരു പമ്പാണ്. ആ പമ്പ് ഇട്ട് കൊടുക്കണം. അത് കറണ്ട് ആവശ്യമുണ്ട്. ഇനി അഥവാ നിങ്ങളത് കൂടുതൽ മീനില്ല, സാധാരണ മീനുള്ളെങ്കിലും കൂടി കുറച്ച് മീനുള്ളെങ്കിൽ അത് ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ്. അപ്പോൾ കുറച്ചും കൂടെ മീനിന് ഹെൽത്തി ആയിരിക്കും. ഓക്സിജൻ്റെ അളവ് കിട്ടുമ്പോൾ കുറച്ചും കൂടി മീനൊക്കെ ഒന്ന് ഉഷാറാകാനുള്ള സാധ്യത. അത് കുറച്ച് സമയം ഓഫാക്കുന്നതിനെ കൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ ഞാൻ ഇതിൻ്റെ അകത്ത് എല്ലാ സമയം ഇടല്ല. ചില സമയത്ത് കുറച്ച് സമയം ഇടും, കുറച്ച് സമയം ഓഫാക്കിയിടും. അങ്ങനെ ചില സമയത്ത് തീരെ ഇടാറില്ല. കാരണം കറണ്ട് പോയി കഴിഞ്ഞാൽ പ്രശ്നമാകും. അതുകൊണ്ടെന്ന് വെച്ചാൽ അത് ശീലം മാറ്റിയെടുത്തിരിക്കുകയാണ് ഇപ്പോൾ. ഞാൻ ഇതിൻ്റെ അകത്ത് എയറേറ്റർ തീരെ ഇടാറില്ല. എപ്പോഴെങ്കിലും ഏതെങ്കിലും ഒരു പ്രാവശ്യം എന്തെങ്കിലും ഇട്ടാലായി, അത്രയേ ഉള്ളൂ. വെള്ളത്തിന് മേലെ എന്തെങ്കിലും കെട്ടിക്കിടക്കുന്ന കാണുന്ന സമയത്ത് മാത്രമേ ഞാൻ എയറേറ്റർ ഇട്ട് കൊടുക്കാറുള്ളൂ. ഏതൊക്കെ മത്സ്യങ്ങളെ നമുക്ക് പടുതാക്കുളത്തിൽ വളർത്താം എന്നുള്ളതാണ്.
നമുക്ക് തുടക്കക്കാർക്ക് വളർത്താൻ പറ്റിയ മീൻ എന്ന് പറയുന്നത് ആസാം വാളയാണ്. ആസാം വാള ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ അത് പെട്ടെന്നൊന്നും ചത്തുപോകുന്ന കാണുന്നില്ല. അത് വളർത്താൻ കുറച്ച് ഈസിയാണ്. കുറച്ച് ഓക്സിജൻ ഇല്ലെങ്കിലും കുറേ സമയങ്ങളോളം പുറത്ത് അന്തരീക്ഷ വായു ശ്വസിച്ചുകൊണ്ട് ജീവിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അവർ ഏകദേശം പുറത്ത് നമ്മൾ ആ മീനിനെ പിടിച്ച് പുറത്ത് ഒരു അരമണിക്കൂർ ഇട്ട് കഴിഞ്ഞാലും മീൻ ചത്തുപോകുന്നില്ല. അപ്പോൾ ആ മീനാണ് കൂടുതൽ തുടക്കക്കാർക്ക് വളർത്താൻ പറ്റിയ ഒരു മീൻ. പിന്നെ വളർത്താൻ പറ്റിയാണ് തിലാപ്പിയ. തിലാപ്പിയയിൽ 2 3 തരം തിലാപ്പിയുണ്ട്. ഒന്ന് നമ്മൾ ഈ നാടൻ തിലാപ്പിയ എന്ന് പറയുന്ന ഇനമുണ്ട്. അതുകൂടാതെ ഗിഫ്റ്റ് തിലാപ്പിയുണ്ട്. അതുപോലെ വേറെയും തിലാപ്പിയ ഉണ്ട്, മിക്സായിട്ട് വരുന്ന തിലാപ്പികളുണ്ട്. അപ്പോൾ തിലാപ്പിക്കുള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത്, നിങ്ങൾ കൂടുതൽ മീൻ ഇടുകയാണെങ്കിൽ അത് എയർ കുറഞ്ഞു കഴിഞ്ഞാൽ, ഓക്സിജൻ്റെ അളവ് കുറഞ്ഞു കഴിഞ്ഞാൽ ചത്തു പോകുന്നുണ്ട്. അതുകൂടാതെ അതിന് കുറച്ച് റിസ്ക് കൂടുതലാണ് അതിനെ വളർത്തുന്ന കാര്യത്തിൽ. പിന്നെ അതിൻ്റെ മീനിൻ്റെ വേറൊരു പ്രശ്നം എന്ന് പറയുന്നത്, നമ്മൾ തീറ്റ കൂടുതൽ കൊടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ വെള്ളം ഫിൽറ്റർ ചെയ്തിട്ടില്ലെങ്കിൽ അതിന് ചെളിചോയ ഉണ്ടാകുന്നുണ്ട് അതിൻ്റെ മീനിന്. അപ്പോൾ ആ മീൻ നല്ല ടേസ്റ്റുള്ള മീനാണ്. ആ മീൻ നമ്മൾ ഹാർവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് മഴക്കാലത്തോ അല്ലെങ്കിൽ നല്ലപോലെ വെള്ളം ഫിൽറ്റർ ചെയ്യുന്ന കുളത്തിലുള്ള മീനായിരിക്കണം നമ്മൾ ഇത് കഴിക്കാൻ ഉപയോഗിക്കേണ്ടത്. അല്ലെങ്കിൽ ചെളിചോയ ഉണ്ടായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റാത്ത ഒരു രീതിയിലായിട്ട് മാറും. അപ്പോൾ അതാണ് ആ 2 മീനാണ് ഞാനിപ്പോൾ ആ 2 മീനിന് മിക്സായിട്ട് ഇതിനകത്ത് ഈ കുളത്തിൽ 2 മീനുണ്ട്. ഇപ്പോൾ തിലാപ്പിയുണ്ട്, ആസാം വാളയുണ്ട്. നമ്മൾ മിക്സായിട്ട് വളർത്തുമ്പോൾ ആ രണ്ടിനും രണ്ടും കൂടി മാച്ച് ചെയ്ത് പോകുന്നുണ്ട്. അല്ലാതെ വേറെ മീനുള്ളതെന്ന് വെച്ചാൽ നട്ടർ എന്ന് പറഞ്ഞ മീനാണ്. നട്ടർ മീനിനെ ഇട്ട് കഴിഞ്ഞാൽ മറ്റുള്ള മീനുകളെ അത് ആക്രമിക്കുക, അതിനെ പിടിച്ച് തിന്നാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൂടാതെ കുളം ഷീറ്റ് കീറാനുള്ള അത് കടിച്ച് കീറുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. എൻ്റെ ഒരു കുളത്തിലുള്ള ഷീറ്റ് അതേപോലെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. അപ്പോൾ അതും നല്ല ടേസ്റ്റുള്ള മീനാണ്. പക്ഷേ ഇതാണ് പ്രശ്നം, അത് മറ്റുള്ള മീനുകളെ തിന്നുകയും ചെയ്യും. ഷീറ്റ് വയറ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ എല്ലാം കടിച്ച് തിന്നുന്നതായിട്ട് കാണുന്നത്, കടിച്ച് മുറിച്ച് കളയുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ആ നട്ടർ മീനിനെ നിങ്ങൾ ഇടാതിരിക്കുന്നതാണ്, സർക്കാർ ബാൻ ചെയ്തിട്ടുള്ള മീനാണ്. ആ മീനിനെ വളർത്താതിരിക്കുന്നതാണ് നല്ലത്. പിന്നെ വളർത്താൻ പറ്റുന്നതാണ് നമ്മൾ വരാൽ മത്സ്യം. വരാൽ മത്സ്യത്തിനുള്ള വേറൊരു പ്രശ്നം എന്ന് പറയുന്നത്, നമ്മൾ ഇട്ട മത്സ്യം ഇപ്പോൾ 1000 മത്സ്യത്തിന് ഇട്ടിട്ടുണ്ടെങ്കിൽ ലാസ്റ്റ് നമ്മൾ ഹാർവെസ്റ്റ് ചെയ്യാൻ നേരത്തെ ഒരു 100 കാണുള്ളൂ. അത് തമ്മിൽ തിന്ന് സ്വയം മറ്റുള്ള മീനിനെ തന്നെ തിന്ന് കളയും. അപ്പോൾ അതിനെ വളർത്തുമ്പോൾ കുറച്ച് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നല്ലപോലെ തീറ്റ കൊടുക്കണം. തീറ്റ എന്ന് വെച്ചാൽ ഒരു ദിവസം തന്നെ 4-5 പ്രാവശ്യം തീറ്റ കൊടുത്തില്ലെങ്കിൽ അത് വിശക്കുന്ന സമയത്ത് അടുത്തുള്ള മീനിനെ പിടിച്ച് തിന്നാനുള്ള സാധ്യത കൂടുതലുണ്ട്. അപ്പോൾ അത് വളർത്തുമ്പോൾ, അതുകൂടാതെ അത് മീൻ ചാടിപ്പോവുകയും ചെയ്യും. നല്ല ഹൈറ്റിൽ ചാടി പുറത്തേക്ക് പോകാനുള്ള സാധ്യത കൂടുതൽ. അപ്പോൾ അതിന് നെറ്റ് വേണ്ടി വരും. നല്ല ടേസ്റ്റുള്ള മീനാണ്, അതിനെയും വളർത്താം. ഞാൻ പറയുന്നത് വെച്ചാൽ തുടക്കക്കാർക്ക് വളർത്താൻ പറ്റുന്നത് ആസാം വാളയാണ്. ആസാം വാള വളർത്തുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അങ്ങനെ മീൻ വളർത്താൻ ആഗ്രഹിക്കുന്നവർ, പുതുതായിട്ട് വളർത്താൻ ആഗ്രഹിക്കുന്നവർ ഈ ആസാം വാള ഇടുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഇത്രയാണ് മീനിനെ ഇതിനെപ്പറ്റി പറയാനുള്ളത്. അപ്പോൾ ഇനി കുറച്ച് കാര്യങ്ങളും കൂടെ പറയേണ്ട, അതിന് എന്തൊക്കെ ചെയ്യണം എന്നുള്ള കാര്യങ്ങളെ കുറിച്ച് അടുത്ത വീഡിയോയിലായിട്ട് കാണാവുന്നത്. ഇത്രമാത്രമാണ് ഇതിനെപ്പറ്റി പറയാനുള്ളത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും നന്ദി, നമസ്കാരം.